അവർ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ശേഷവും ഭൂമിയിലേക്ക് തിരികെ വരുമെന്നതിന് ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല. എങ്കിൽ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ തന്നെ കുടുങ്ങിപ്പോകുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അവർ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിൽ വായിക്കാനായുള്ള അനുസ്മരണ പ്രസംഗം വരെ അന്ന് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദൗത്യം എങ്ങനെയാണ് വിജയിച്ചത്? 1969 ജൂലൈ 20 ലോകമെമ്പാടുമുള്ള ഏകദേശം 60 കോടി ആളുകൾ ടെലിവിഷന് മുന്നിൽ അന്ന് കാത്തിരുന്നു. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെ 2 മനുഷ്യർ ചരിത്രം സൃഷ്ടിക്കാനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ അവർ അവിടെ നേരിട്ടത് ചന്ദ്രനെ കീഴടക്കാനുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല, ജീവനോടെ ഭൂമിയിലേക്ക് തിരികെ എത്താനുള്ള പോരാട്ടം കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയത്, അപ്പോളോ 11 എങ്ങനെ വിജയിച്ചു, അവർ നേരിട്ട ഏറ്റവും വലിയ അപകടങ്ങൾ എന്തൊക്കെയായിരുന്നു, അവസാനം ആ ഒരു ചെറിയ കാൽവയ്പ് എങ്ങനെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ചുവടുവെപ്പായി മാറി. നമ്മൾ എന്തുകൊണ്ടാണ് ചന്ദ്രനിൽ പോകാൻ തീരുമാനിച്ചത്? 1961 ലോകം 2 ശക്തികളായി അന്ന് വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു വശത്ത് അമേരിക്ക, മറ്റേ വശത്ത് സോവിയറ്റ് യൂണിയൻ. ഇത് വെറും ആയുധ മത്സരമായിരുന്നില്ല, സാങ്കേതിക വിദ്യയുടെ യുദ്ധമായിരുന്നു. 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വിക്ഷേപിച്ചു, ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. 4 വർഷങ്ങൾക്ക് ശേഷം, വെറും 4 വർഷങ്ങളും കൊണ്ട് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനായി മാറി. അമേരിക്ക തുടർച്ചയായി പിന്നിലാകുകയായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഒരു പ്രഖ്യാപനം നടത്തി: ഈ ദശാബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ ചന്ദ്രനിറക്കി സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അന്ന് അത് അസാധ്യമായ ഒരു വാഗ്ദാനമായിരുന്നു. എന്നാൽ ആ വാഗ്ദാനമാണ് അപ്പോളോ പ്രോഗ്രാമിന് ജന്മം നൽകിയത്. ഉയരമാണെങ്കിൽ 110 മീറ്റർ, അതായത് 36 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം. ഭാരമാണെങ്കിലോ 3000 ടൺ. ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റുകളിൽ ഒന്നായിരുന്നു സാറ്റേൺ വി. 1969 ജൂലൈ 16 നീൽ ആംസ്ട്രോങ്, ബസ് ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് മൂവരും ആ റോക്കറ്റിനുള്ളിൽ കയറിയിരുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങി. 10, 9, 8. പിന്നീട് ഭൂമി ഒന്ന് വിറച്ചു. ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കത്തിയമർന്നു. സാറ്റേൺ വി പതുക്കെ ആകാശത്തേക്ക് ഉയർന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ യാത്ര അന്ന് ആരംഭിച്ചു. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ഏകദേശം 3.84 ലക്ഷം കിലോമീറ്റർ ആയിരുന്നു. ഇത് നേർരേഖയിലുള്ള ഒരു യാത്രയല്ല. ഓരോ മണിക്കൂറിലും കണക്കുകൾ പരിശോധിക്കണം. വേഗത, ദിശ, ഇന്ധനം. ചെറിയൊരു പിഴവ് പോലും അവരെ അനന്തമായ ബഹിരാകാശത്തേക്ക് തെറിപ്പിക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം അപ്പോളോ 11 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ഇപ്പോൾ ദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. മൈക്കൽ കോളിൻസ് കമാൻഡ് മോഡ്യൂളിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ഈഗിൾ എന്ന ലൂണാർ മോഡ്യൂളിലേക്ക് മാറി. അവരുടെ ലക്ഷ്യമാണെങ്കിലോ ചന്ദ്രോപരിതലം. വാഹനം ഇപ്പോൾ പതുക്കെ താഴാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ നിന്നൊരു മെസ്സേജ് കാണുന്നത്. എറർ സിഗ്നൽ. അപ്പോഴേക്കും വാഹനം ഇറക്കം തുടങ്ങിയിരുന്നു. എല്ലാം കൃത്യമായി പോവുകയായിരുന്നു. പെട്ടെന്ന് സ്ക്രീനിൽ ആ സന്ദേശം വന്നു: 1202. അല്പസമയം കഴിഞ്ഞ് 1201. മിഷൻ കൺട്രോൾ ആശങ്കയിലായി. ഈ നമ്പറുകളുടെ അർത്ഥം എന്താണ്? ദൗത്യം നിർത്തണോ? ഭാഗ്യവശാൽ നാസയിലെ കമ്പ്യൂട്ടർ വിദഗ്ധനായ സ്റ്റീവ് ബെയിൽസ് ടീമിനൊപ്പം വേഗത്തിൽ വിശകലനം നടത്തി. കമ്പ്യൂട്ടർ അമിത ജോലി ഭാരത്തിലാണ്, പക്ഷേ അത്യാവശ്യമായ ജോലികൾ ഇപ്പോഴും ശരിയായി അത് ചെയ്യുന്നുണ്ട്. തീരുമാനം വന്നു: ഗോ. ലാൻഡിംഗ് തുടരുക, ഇറക്കം തുടരാം. ആ തീരുമാനം ചരിത്രമായി മാറി. അപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി കയറി വന്നു. കമ്പ്യൂട്ടർ തിരഞ്ഞെടുത്ത സ്ഥലം. ആ സ്ഥലം വലിയ പാറകളാൽ നിറഞ്ഞിരുന്നു. അവിടെ ഇറങ്ങിയാൽ
വാഹനം ചിലപ്പോൾ മറിഞ്ഞേക്കാം. ആംസ്ട്രോങ് ഉടൻ മാനുവൽ കൺട്രോൾ എടുത്തു. ഇപ്പോൾ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇന്ധനം 60 സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ. മിഷൻ കൺട്രോൾ മുഴുവൻ നിശബ്ദമായി. ഇനി 30 സെക്കൻഡ് മാത്രം. ഇന്ധനം തീരാൻ പോവുകയാണ്. പിന്നീട് റേഡിയോയിൽ ഒരു ശബ്ദം കേട്ടു. ഹൗസ്റ്റൺ, ട്രാങ്ക്വിലിറ്റി ബേസ് ഹിയർ. ദ ഈഗിൾ ഹാസ് ലാൻഡഡ്. ആ നിമിഷം മിഷൻ കൺട്രോൾ മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. പക്ഷേ യഥാർത്ഥ ദൗത്യം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. നീൽ ആംസ്ട്രോങ് പതുക്കെ ഏണിയിറങ്ങി. ലോകം മുഴുവൻ ലൈവായി കാണുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ബൂട്ട് ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, "ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്." അത് വെറും ഒരു വാചകമല്ലായിരുന്നു. മനുഷ്യരാശിയുടെ പുതിയ യുഗത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. അല്പസമയത്തിന് ശേഷം ബസ് ആൽഡ്രിനും ഇറങ്ങി. അദ്ദേഹം ചന്ദ്രനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: മാഗ്നിഫിസന്റ്, അതായത് ഗംഭീരം. രണ്ടുപേരും ചേർന്ന് ഏകദേശം 2.5 മണിക്കൂർ പുറത്തുണ്ടായിരുന്നു. 21 കിലോഗ്രാമിലധികം ചന്ദ്രശിലകൾ അവരന്ന് ശേഖരിച്ചു. ശാസ്ത്രീയമായ ഉപകരണങ്ങൾ അവിടെ സ്ഥാപിച്ചു. അമേരിക്കൻ പതാക അവിടെ നാട്ടി. ലോകത്തോട് അവരന്ന് സംസാരിച്ചു. ഇനിയാണ് യഥാർത്ഥ അപകടം. ഇനി അവർക്ക് മടങ്ങണം. പക്ഷെ അതിനായി ഈഗിളിന്റെ മുകളിലെ ഭാഗം വീണ്ടും പറക്കണം. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് രക്ഷയില്ല. അതിനാലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ അനുസ്മരണ പ്രസംഗം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത്. പക്ഷെ ഭാഗ്യവശാൽ എഞ്ചിൻ പ്രവർത്തിച്ചു. ഈഗിൾ വീണ്ടും ഉയർന്നു. മൈക്കൽ കോളിൻസ് കാത്തിരുന്ന കമാൻഡ് മോഡ്യൂളിനോട് ചേർന്നു. ഇപ്പോൾ മൂവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഭൂമിയാണ് അവരുടെ ലക്ഷ്യസ്ഥാനം. 1969 ജൂലൈ 24 അപ്പോളോ 11 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു. വേഗത മണിക്കൂറിൽ ഏകദേശം 39,000 കിലോമീറ്റർ. ചെറിയൊരു കണക്കുപിഴവ് പോലും അവരുടെ വാഹനത്തെ കത്തി നശിപ്പിക്കും. എന്നാൽ എല്ലാം കൃത്യമായി നടന്നു. പാരച്യൂട്ടുകൾ തുറന്നു. പസഫിക് സമുദ്രത്തിന്റെ സുരക്ഷിതമായ ഒരിടത്തിൽ അവർ ലാൻഡ് ചെയ്തു. 8 ദിവസത്തെ ദൗത്യം വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. അപ്പോളോ 11 വെറും ചന്ദ്രനിലിറങ്ങിയ ഒരു കഥയല്ല, മനുഷ്യന്റെ ധൈര്യത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സഹകരണത്തിന്റെയും കഥയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകൾ, കമ്പ്യൂട്ടിംഗ്, മെറ്റീരിയൽ സയൻസ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇവയെല്ലാം ബഹിരാകാശ ഗവേഷണത്തിൽ നിന്ന് പ്രചോദനം നേടി കണ്ടെത്തിയവയാണ്. ഇന്ന് നാസയുടെ ആർട്ടമിസ് പദ്ധതി വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷെ ചരിത്രം എന്നും ആദ്യം ചെയ്തവരെയാണ് ഓർക്കുന്നത്. 1969 ജൂലൈ 20 2 മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തിയ ആ ദിവസം അവർ വെറും ഒരു പുതിയ ലോകത്തെത്തിയതല്ല, മനുഷ്യരാശിക്ക് അസാധ്യമെന്ന് കരുതിയത് കടന്നുപോയി. അതുകൊണ്ടാണ് ഇന്നും 1/2 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും അപ്പോളോ 11 മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ യാത്രകളിലൊന്നായി ഓർമ്മിക്കപ്പെടുന്നത്.